നാട്ടുപക്ഷികളുടെ ഫോട്ടോ പ്രദർശനം ഒരുക്കി ഇന്ദുചൂഡൻ ഫൗണ്ടേഷൻ. സാഹിത്യകാരനും പക്ഷി നിരീക്ഷകനുമായ ഇന്ദുചൂഡന്റെ കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയുള്ള ഫോട്ടോ പ്രദർശനം കൊച്ചിയിലെ ദർബാർ ഹാളിൽ തുടരുകയാണ്. നടൻ മമ്മൂട്ടി എടുത്ത ചിത്രവും പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. നാളെ വൈകിട്ട് പ്രദർശനം സമാപിക്കും. നടൻ മമ്മൂട്ടി ഉൾപ്പെടെ 23 പേരുടെ ചിത്ര പ്രദർശനമാണ് എറണാകുളം ദർബാർ ഹാളിൽ വെച്ച് നടക്കുന്നത്. 61 ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശനത്തിൽ വെച്ചിട്ടുള്ളത്. ദർബാർ ഹാളിലെ ആ കാഴ്ചകളൊന്ന് നമുക്ക് കണ്ടുവരാം. രാച്ചൂക്ക്, ചെമ്പുകൊട്ടി, ശ്യാമക്കിളി, പനങ്കൂളൻ, കൊമ്പൻ വാനമ്പാടി, ഗൗളിക്കിളി, അങ്ങനെ നീണ്ടുപോകുന്നു പ്രദർശനത്തിലെ പക്ഷികൾ. നടൻ മമ്മൂട്ടിയെടുത്ത നാട്ടുബുൾബുൾ ഉൾപ്പെടെ 61 മനോഹര ചിത്രങ്ങൾ. പാടിപ്പറക്കുന്ന മലയാളം എന്ന പേരിലാണ് പ്രദർശനം ഒരുക്കിയത്. ഇന്ദുചൂഡന്റെ പുസ്തകത്തെ ആസ്പദമാക്കി ആദ്യമായാണ് നാട്ടുപക്ഷികളുടെ ചിത്ര പ്രദർശനം. ഇന്ദുചൂഡൻ ഭാഷ പുസ്തകത്തിനകത്ത് അസാമാന്യമായ മലയാളമാണ്. ആ ഭാഷയുടെ ശക്തി എന്ന് പറയുന്നത് മനസ്സിലാക്കാവുന്നത് സുന്ദരമായ മലയാളത്തിൽ അദ്ദേഹം പക്ഷികളെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അതൊരു നോവൽ പോലെയോ കഥ പോലെയോ ലെജൻഡ്സ് പോലെയൊക്കെ വായിച്ചു പോകാവുന്ന ഒന്നാണ്. ഐതിഹ്യമാല വായിക്കുന്ന പോലെയൊക്കെ വായിക്കാവുന്ന ഒരു സുഖകരമായ ഒന്നാണ്. നാട്ടുകിളികളുടെ നാദം കേട്ട് ദർബാർ ഹാളിലെ ദൃശ്യങ്ങൾ കാണാനും പഠിക്കാനും നിരവധി പേരെത്തുന്നു. പ്രദർശനം കാണാൻ ഇന്ദുചൂഡന്റെ മകൾ ഭാഗീരഥി സുരേഷുമെത്തി. മരിച്ചിട്ട് 32 വർഷം കഴിഞ്ഞിട്ടും അച്ഛൻ ഒരു വ്യക്തിയെ, ചിത്രകാരൻ, പക്ഷി, ഇതെല്ലാം കൊണ്ടും അച്ഛൻ ഇങ്ങനെ ഒരു ആദരവും എല്ലാം കാണിക്കുന്നതിൽ നമ്മൾക്ക് വളരെ ഒരു സന്തോഷം തോന്നുന്നു. ഇന്ദുചൂഡൻ മാഷിൻ്റെ സ്വന്തം സ്ഥലമായിട്ടുള്ള കാവശ്ശേരിയുടെ അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളൊക്കെയാണ് അധികം പേര് ഇങ്ങനെ പോകുന്നത്. ജെയ്നി കുര്യാക്കോസ്, KP ഡിജുമോൻ, MA ലത്തീഫ്, ശ്രീദേവി മാധവൻ തുടങ്ങിയ 23 പേരുടെ ഫോട്ടോകളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ചിത്രങ്ങൾ ഞായറാഴ്ച നടക്കുന്ന ലേലത്തിലൂടെ സ്വന്തമാക്കാൻ പൊതുജനങ്ങൾക്ക് അവസരമുണ്ട്. മമ്മൂട്ടിയുടെ ചിത്രത്തിനാണ് കൂട്ടത്തിൽ ഡിമാൻഡ്. 1 ലക്ഷം രൂപ അടിസ്ഥാന വിലയിട്ട മമ്മൂട്ടി ചിത്രമാണിത്. നാട്ടുബുൾബുളിൻ്റെ മനോഹര ചിത്രം. ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന ലേലത്തിലൂടെ ഇതാർക്കും സ്വന്തമാക്കാം. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനോടൊപ്പം റിപ്പോർട്ടർ PT മുഹമ്മദ് ജസീം, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.